നമ്മുടെ നാട്ടിൽ ചില ആളുകളൊക്കെ ഹജ്ജിന് ഇങ്ങനെ പുറപ്പെടാൻ പോവാണ്. ഹജ്ജിന് പുറപ്പെടുമ്പോൾ കുടുംബക്കാരുടെ അടുത്തൊക്കെ കയറി, പരിചയക്കാരുടെ അടുത്തൊക്കെ കയറി, തെറ്റി നിൽക്കുന്ന പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് എല്ലാം സോൾവ് ആക്കി അവസാനം പോകുന്നൊരു സ്ഥലമുണ്ട്. നാട്ടിലുള്ള അടുത്തുള്ള ജാറങ്ങളും അതുപോലെ തന്നെ മഖ്ബറകളൊക്കെ കയറി അവിടുത്തെ ഷെയ്ഖിനോട് ഞാൻ പോവാണ് കേട്ടോ, ഞാൻ വരികയാണ് എന്ന് പറഞ്ഞ്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹജ്ജിന്റെ ഒന്നാമത്തെ അസ്ല് നമ്മൾ അവിടെ ഇല്ലാതാക്കാൻ, ഹജ്ജിന്റെ ഒന്നാമത്തെ പേര് നമ്മളവിടെ ഇല്ലാണ്ടാക്കാൻ. നമ്മൾ അവിടെ പോയിട്ട് എന്താ പറയണത്? എന്താ നമ്മൾ ആദ്യം അല്ലാഹു ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. അല്ലാഹുവേ, ഞാനിതാ വന്നിരിക്കുകയാണ്. സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് നിന്റെ ഖലീൽ വിളിച്ച വിളിക്കുത്തരം ചെയ്തിട്ട് ഞാനിതാ ഈ മക്കയുടെ മണ്ണിലേക്ക് വന്നിരിക്കുകയാണ്, ഈ മിനായിലേക്ക് വന്നിരിക്കുകയാണ്, ഈ അറഫയിലേക്ക് വന്നിരിക്കുകയാണ്, ഈ മുസ്ദലിഫയിലേക്ക് വന്നിരിക്കുകയാണ്, പരിശുദ്ധമായ കഅബാലയത്തിന്റെ പരിസരത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിനോട് നമ്മൾ കൊടുക്കുന്ന വാഗ്ദാനം, കരാർ എന്താണ്? ലാ ശരീക ലക ലബ്ബൈക. അല്ലാഹുവേ, നിനക്കൊരു പങ്കുകാരുമില്ല. തന്റെ ജീവിതകാലം മുഴുവൻ, തന്റെ പുരുഷായുസ് മുഴുവൻ ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഏത് തൗഹീദിന് വേണ്ടിയാണോ മാറ്റിവെച്ചത്, ഏതൊരു വഹദാനിയത്തിന് വേണ്ടിയാണോ മാറ്റിവെച്ചത്, ആ വഹദാനിയത്തിന്റെ പ്രഖ്യാപനമാണ് ഒന്നാമതായി നാം നടത്തുന്നത്. എന്നിട്ട് പറയുന്നത് എന്താണ്? ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. നിശ്ചയം എല്ലാ സ്തുതികളും, എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ രാജാധികാരങ്ങളും നിനക്കാണ് റബ്ബേ, നിനക്ക് പങ്കുകാരില്ല രക്ഷിതാവേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അത് പ്രഖ്യാപിക്കാൻ പോകുമ്പോഴാണ് ഇവിടെ വന്നിട്ട് ജാറത്തിൽ വന്നിട്ട് യാത്ര ചോദിക്കുന്നത്. മരിച്ചുപോയ ഒരിക്കലും കേൾക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച, ഒരിക്കലും നിങ്ങളുടെ വിളിക്ക് ഉത്തരം നൽകുകയില്ല, നിങ്ങൾ വിളിക്കുന്നത് അവർ അറിയുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആ ഖബറിന്റെ പുറത്ത് വന്നിട്ട്, ആ ജാറത്തിന്റെ പുറത്ത് വന്നിട്ട് ഹജ്ജിന് വേണ്ടിയുള്ള യാത്ര ചോദിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, ഹജ്ജിന്റെ ഒന്നാമത്തെ പേര് തന്നെ, ഒന്നാമത്തെ ഉപാധി തന്നെ നീ നശിപ്പിച്ചു കളയുകയാണ്. എത്ര ലക്ഷങ്ങൾ ചെലവിട്ടാലും, അറഫയുടെ മൈതാനിയിൽ എത്ര മണിക്കൂർ നീ പ്രാർത്ഥിച്ചാലും, എത്ര നേരം അല്ലാഹുവിന്റെ മുന്നിൽ നീ സുജൂദിൽ കിടന്നാലും, ശിർക്ക് ചെയ്തിട്ടാണ് നീ ആ പുണ്യഭൂമിയിലേക്ക് പോകുന്നതെങ്കിൽ, അല്ലാഹുവിൽ പങ്കു ചേർത്തിട്ടാണ് നീ ആ പുണ്യഭൂമിയിലേക്ക് പോകുന്നതെങ്കിൽ, നിന്റെ ഹജ്ജ് സ്വീകരിക്കപ്പെടുകയില്ല, നിന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയില്ല, നിന്റെ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല. അതെല്ലാം ബാത്തിലാകും. പറയുന്നത് ആരാണ്? മുജാഹിദുകളെല്ലാം അറിയിച്ചാരാണ്? പരിശുദ്ധ ഖുർആനാണ്. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവിന്റെ റസൂലിനോട് ലോകരക്ഷിതാവ് പറഞ്ഞതാണ്. എന്താണ് പറഞ്ഞത്? നബിയെ, ഞാനിതാ അങ്ങയ്ക്ക് ബോധനം നൽകുകയാണ്, വഹി നൽകുകയാണ്. അങ്ങയ്ക്ക് മാത്രമല്ല, അങ്ങയ്ക്ക് മുൻപ് കടന്നു വന്ന സകല പ്രവാചകന്മാർക്കും ഞാൻ ഇതുപോലെ ബോധനം നൽകിയിട്ടുണ്ട്, വഹി നൽകിയിട്ടുണ്ട്. എന്താണ് ആ വഹിയുടെ ആകെ തുക? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. അങ്ങയുടെ പ്രവർത്തനം എത്ര കാഠിന്യമുള്ളതാകട്ടെ, എത്ര പ്രയാസം നിറഞ്ഞതാകട്ടെ, എത്ര ബുദ്ധിമുട്ട് നിറഞ്ഞതാകട്ടെ, അങ്ങയുടെ ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കുകയാണെങ്കിൽ ലയഹ്ബതന്ന അമലുക, അങ്ങയുടെ കർമ്മങ്ങൾ മുഴുവനും ബാത്തിലായി പോകുന്നതാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, അങ്ങ് നഷ്ടക്കാരിൽ പെട്ടുപോകുകയും ചെയ്യുന്നതാണ്. അള്ളാഹുവിന്റെ വാക്കാണ്. അതുകൊണ്ട് ഹജ്ജിന് പുറപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നിങ്ങൾ കുടുംബക്കാരെടുത്ത് പോവുക, കൂട്ടുകാരെടുത്ത് പോവുക, ബാധ്യതകൾ തീർക്കുക, യാത്ര പറയേണ്ടവരോടൊക്കെ യാത്ര പറയുക, ജീവിതത്തിലെ പോരായ്മകളും വല്ലായ്മകളൊക്കെ ഇല്ലാതാക്കുക. എന്നിട്ട് ജാറങ്ങളും മഖ്ബറകളും ഔലിയാക്കളെയും അമ്പിയാക്കളെയും അവരെ വിളിച്ച് തേടുന്നതിൽ നിന്ന് മാറി നിൽക്കുക, പടച്ചോനെ മാത്രം വിളിക്കുക. എന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ബിലാൽ തൊട്ടങ്ങോട്ട് ലക്ഷക്കണക്കിന് സ്വഹാബികളും ഇടനെഞ്ചിലേറ്റിയ ആ പ്രോജ്വലമായ
തൗഹീദിന്റെ വക്താക്കളായി നിങ്ങളുടെ പാദങ്ങൾ ആ പുണ്യഭൂമിയിലേക്ക് വെക്കുക. അവിടെയാണ് യഥാർത്ഥ ഹജ്ജിന്റെ ചൈതന്യം പറക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഉടനീളം മിനായിലെ ടെന്റിന്റെ അടുത്ത് മദ്ബഹ് ഇസ്മായിൽ കാണാൻ പറ്റും നമുക്ക്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട പൊന്നുമോന്റെ കഴുത്തിലേക്ക് കത്തിവെക്കാൻ തയ്യാറായ മദ്ബഹ് ഇസ്മായിൽ മിനാ ടെന്റുകൾക്കടുത്തായി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ബസ്സിൽ പോകുമ്പോ പലപ്പോഴും നമുക്കത് കാണാൻ സാധിക്കും. ആ ഓർമ്മകൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഹജ്ജിന് വേണ്ടി വിളംബരം ജബൽ അബീ ശഅബ അവിടെ നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിമിന്റെ മഖാമു ഇബ്രാഹിം, കഅബാലയത്തിന്റെ പരിസരത്തുള്ള മഖാമു ഇബ്രാഹിം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദാഇന്റെ രോമാഞ്ചജന്യമായ പ്രസംഗം നടത്തിയ ആ ജബലുർ റഹ്മ, ആ പരിസരം നമുക്ക് കാണാൻ കഴിയും. എല്ലാം ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിന്റെയും പ്രവാചകന്റെയും പാവന സ്മരണകൾ നമ്മുടെ മനസ്സിൽ ഉണർത്തുന്ന കർമ്മമാണ് ഹജ്ജ്. പക്ഷേ ഒരു സ്ഥലത്ത് പോലും പ്രിയപ്പെട്ടവരെ, ഹജ്ജിന്റെ മനാസിക്കുകളിൽ, ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഒരു സ്ഥലത്ത് പോലും ഇബ്രാഹിം നബിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ തേടണമെന്ന് പഠിപ്പിച്ചിട്ടില്ല. മുഹമ്മദ് നബിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ തേടണമെന്ന് പഠിപ്പിച്ചിട്ടില്ല. ഹാജറ ബീവിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് തേടണമെന്ന് പഠിപ്പിച്ചിട്ടില്ല. സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് സഫയുടെയും മറുവയുടെയും ഇടയിൽ തന്റെ കുഞ്ഞുമകന്റെ തൊണ്ട നനക്കുന്നതിന് വേണ്ടി വെപ്രാളം പിടിച്ച് ബേജാറോടോടിയ ഒരു ഉമ്മയുടെ സ്മരണ ലോകത്തെ സകല മുഅ്മിനിന്റെയും മനസ്സിലേക്ക് ഓടി വരുന്ന രംഗമാണ് സഫ മറുവക്കിടയിലുള്ള സഈ. ആ സമയത്ത് പോലും അല്ലാഹുവേ, ഹാജറ ബീവിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് എനിക്ക് ഇന്നത് തരണേ എന്ന് പറയാൻ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. ഹാജറ ബീവിയോട് ഇസ്തിഗാസ നടത്താൻ പ്രവാചകൻ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ഇസ്തിഗാസ എന്ന ഒന്ന്, അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുക എന്ന ഒന്ന് പരിശുദ്ധ ഇസ്ലാമിൽ ഉണ്ടായിരുന്നെങ്കിൽ, പരിശുദ്ധ ഇസ്ലാമിൽ അത് പ്രാമാണികമായിരുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഹജ്ജിന്റെ വേളയിൽ ഒരൊറ്റ തവണയെങ്കിലും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിക്കാൻ വേണ്ടി അള്ളാഹ് പഠിപ്പിക്കണ്ടേ, റസൂൽ പഠിപ്പിക്കണ്ടേ? പഠിപ്പിച്ചിട്ടില്ല. എന്താ കാരണം? അങ്ങനെ ഒന്നും ഇസ്ലാമിലില്ല. അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ തേടുന്ന ഏർപ്പാട് പരിശുദ്ധ ഖുർആനോ തിരു ഹദീസോ ഫഹ്മു സ്വഹാബയോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന് പോകുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ആ ഹജ്ജിന്റെ ഏറ്റവും വലിയ ചൈതന്യമായ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് അവിടേക്ക് പോകുവാനും ആ ചൈതന്യത്തിന് ഊർജം പകർന്നുകൊണ്ട് നാട്ടിലേക്ക് വരാനും അവർക്ക് നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.